ഹൈ ബേബ്സ്, വെൽക്കം ബാക്ക്. ഡബിൾ ഹെലിക്സിൻ്റെ ഫൈനൽ വീഡിയോ അഥവാ 12ാമത്തെ എപ്പിസോഡിൻ്റെ സെക്കൻഡ് പാർട്ടാണ് നമ്മൾ ഈ വീഡിയോയിൽ കാണുന്നത്. ഹോസ്പിറ്റലിലുള്ള ലൂഫൻ ഈച്ചനെ കാണാത്തന്നെ അവിടെ ഭയങ്കരമായിട്ട് ഒച്ചപ്പാട് ഉണ്ടാക്കുന്നുണ്ട്. ഈച്ചനെ എനിക്കിപ്പോൾ തന്നെ കാണണം, ഇല്ലെങ്കിൽ ഞാൻ മെഡിസിൻ കഴിക്കൂല, അങ്ങനെ ഇങ്ങനെയെന്ന് പറഞ്ഞാൽ ഭയങ്കരമായിട്ട് ഒച്ചപ്പാട് ഉണ്ടാക്കുന്നുണ്ട്. ഇതാ റൂമിന് വെളിയിൽ നിന്ന് ഈച്ചനും ഡോക്ടറും കാണുന്നുണ്ട്. ഈച്ചൻ പോകാൻ നോക്കുന്നുണ്ടെങ്കിലും ഡോക്ടറെ സമ്മതിക്കുന്നില്ല. ഈച്ചനെ കാണാത്തതും ഒരുമാതിരി പ്രാന്തായിട്ടുള്ള അവസ്ഥയിലാണ് ലൂഫിങ് നിൽക്കുന്നത്. അത് കാണുമ്പോൾ ഈച്ചനും ഭയങ്കരമായിട്ട് വിഷമാവുന്നുണ്ട്. പിന്നെ നോക്കിയാൽ ഇവരുടെ മോതിരം ഉണ്ടല്ലോ, അത് നോക്കിയിട്ട് പുറത്തിരിക്കുകയാണ്. ഭയങ്കര വിഷമിച്ചാണ് ഇരിക്കുന്നത്. അത് കുറച്ച് ബേക്കിലായിട്ട് നിന്ന് ഈച്ചനെ കാണുന്നുണ്ട്. അടുത്തേക്ക് വരാൻ വേണ്ടിയിട്ട് ഒരു സ്റ്റെപ്പ് മുന്നോട്ടേക്ക് വെക്കുന്നുണ്ടെങ്കിലും പാടില്ലാന്ന് അവനെ തന്നെ പറഞ്ഞ് മനസ്സിലാക്കി അവിടുന്ന് പോവാണ് ചെയ്യുന്നത്. ഈച്ചനെ കാണാത്തത് കൊണ്ട് തന്നെ എപ്പോഴും അങ്ങനെ ഭയങ്കര വിഷമിച്ചാണ് ഇരിക്കുക. റൂമിലും ഭയങ്കരമായിട്ട് വിഷമിച്ചിരിക്കുന്നത്. ഈച്ച വന്ന് നോക്കുന്നുണ്ട്. ലുഫങ്ങും പുറത്തേക്ക് നോക്കുന്ന സമയം അവനെ വിളിച്ചു നിൽക്കുന്നു. അങ്ങനെ ലുഫങ് ഇമ്പ്രൂവ് ആയി വരുന്നുണ്ട്. ഈച്ചനെ കാണാതെ തന്നെയും നല്ല കുട്ടിയായിട്ട് ഭക്ഷണവും മരുന്നൊക്കെ കഴിക്കുന്നു. എപ്പോഴത്തെ പോലെ ഈച്ചനും അത് കാണുന്നുണ്ട്. അവന് ഭയങ്കര സന്തോഷം. അങ്ങനെ ദിവസങ്ങൾ കടന്നു പോകുന്നു. എന്നും ഡോക്ടറുടെ അടുത്ത് വന്ന് അപ്ഡേറ്റിനെ കുറിച്ചും ചികിത്സനെ കുറിച്ചും ഒക്കെ ആയിട്ട് എന്നും പറഞ്ഞ കണക്ക് ഈച്ചൻ ഡോക്ടറുടെ അടുത്ത് വന്ന് സംസാരിക്കുന്നുണ്ട്. അങ്ങനെ പിന്നെ കാണുന്നത് ലുഫങ്ങിനെ കാണാൻ വേണ്ടിയിട്ട് പോവാൻ ഈച്ചൻ തയ്യാറാവുന്നതാണ്. അവർക്ക് വേണ്ടിയിട്ട് ഈച്ച മേടിച്ച ആ ഒരു വീട്ടിൽ നിന്ന് പല പല ഡ്രസ്സ് മാറ്റി മാറ്റിയിട്ട് നോക്കുന്നുണ്ട്. കുറേ കാലം കൂടിയിട്ട് ലൂഫങ് തന്നെ കാണാൻ പോവാണ്. അപ്പം നല്ല ഭംഗിയായിട്ടുമുണ്ട്. ഒരുപാട് ഡ്രസ്സ് മാറ്റി മാറ്റിയിട്ട് നോക്കുന്നുണ്ട്. അവസാനം ഒരു വൈറ്റ് ആൻഡ് ബ്ലാക്ക് ഡ്രസ്സ് എടുക്കുന്നുണ്ട്. അത് മുന്നേയും ലൂഫങ്ങിൻ്റെ കൂടെ ഈച്ചൻ ഇട്ടിട്ടുള്ളതാണ്. ലൂഫങ് പുറത്ത് ചെയറിൽ ഉറങ്ങുന്ന കണക്കിരിക്കുകയാണ്. അങ്ങോട്ട് വരുന്ന ഈച്ചൻ പതിയെ പോയിട്ട് നെറ്റിയിൽ ഒരു കിസ് കൊടുക്കുന്നുണ്ട്. അങ്ങനെ കണ്ണുറന്ന് നോക്കുന്ന ലൂഫിങ്ങിന് ശരിക്കും അതൊരു സ്വപ്നം പോലെയാണ് ഫീൽ ചെയ്യുന്നത്. അവിടെ ഇരുന്ന ലൂഫിങ്ങിൻ്റെ കയ്യിൽ പിടിച്ച് ഞാൻ നിന്നെ വീട്ടിൽ കൊണ്ടുപോകാനാന്നേന്ന് പറയുമ്പം വലിയ എക്സൈറ്റ്മെൻറ്റോ കാര്യങ്ങളൊന്നും ഇല്ലാതെ ശരിയെന്ന് തലയാട്ടുന്നുണ്ട്. ഇവിടെ ലാങ്ങിൻ്റെ ബാറിൽ നമ്മുടെ ചെൻചൻ ഭയങ്കര കാര്യമായിട്ട് പഠിച്ചുകൊണ്ടിരിക്കുകയാണ്. കുറേ സ്റ്റിക്കി നോട്ടിലൊക്കെ എഴുതി ഇങ്ങനെ ഭയങ്കര കാര്യമായിട്ട് പഠിച്ചുകൊണ്ടിരിക്കുകയാണ്. ബുക്കിൽ നോട്ടൊക്കെ ഒട്ടിച്ചുകൊണ്ടിരിക്കുന്നത് നമ്മുടെ ലാങ് ആണെന്നുള്ളത് വേറെ കാര്യം. അങ്ങോട്ടേക്ക് ലാങ്ങിൻ്റെ ഫ്രണ്ട് വന്നിട്ട് ബാറിൽ വന്നിരുന്ന് പഠിക്കുന്ന ഫസ്റ്റ് പേഴ്സണെ ഞാൻ ഇപ്പോഴാണ് കാണുന്നതെന്ന് ചെറുതായിട്ട് ടീസ് ചെയ്യുന്നുണ്ട്. വായിൽ സ്റ്റിക്കി നോട്ട് ഒട്ടിച്ച് മിണ്ടാവരിക്ക് അവൻ പഠിക്കുകയാണ്. അവനെ ആർക്കിടെക്ചർ പഠിക്കണം. ആഹാ, അത് സൂപ്പറാണല്ലോ, പിന്നല്ലാതെ എന്നും പറഞ്ഞ് കുറച്ചുകൂടെ അടുത്തേക്ക് ഇരുന്ന് നോക്കിക്കൊണ്ടിരിക്കുമ്പം ഓ എന്ത് തേങ്ങയാടാ ഇതെന്നും പറഞ്ഞ് അവനവിടെ എണീറ്റ് പോകുന്നുണ്ട്. ലാങ് എന്തോ ആദ്യമായിട്ട് കാണുന്ന കണക്കാണ് ചെൻചെന്നെ അങ്ങനെ നോക്കി രസിച്ചുകൊണ്ടിരിക്കുന്നത്. ഇവിടെ ഈച്ചനും ലൂഫങ്ങും നടന്നു പോയിക്കൊണ്ടിരിക്കുകയാണ്. ലൂഫങ്ങിൻ്റെ ഇപ്പോഴത്തെ കണ്ടീഷൻ വെച്ചിട്ട് ജസ്റ്റ് ക്ലോസ് ആയിട്ടൊന്ന് നോക്കിയാൽ മാത്രം മതി. കറക്റ്റ് സമയത്ത് മരുന്ന് കഴിക്കുന്നുണ്ടോ എന്നതിന് പുറമേ ആയിട്ട് അവൻ്റെ എൻവയോൺമെൻറ്റ് സ്റ്റേബിൾ ആയിട്ടിരിക്കുന്നു, പീസ്ഫുൾ ആയിട്ടിരിക്കുന്നു എന്നുള്ളതും ഉറപ്പ് വരുത്തണമെന്നും വർക്കിൻ്റെ കാര്യത്തിൽ ഇൻറ്റൻസീവ് ആയിട്ടുള്ള ആർഗ്യുമെൻറ്റ്സിലേക്കൊന്നും വിടാതെ നോക്കണം എന്നൊക്കെ ഈച്ചൻ്റെ അടുത്ത് ഡോക്ടർ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഇതൊക്കെ ഓർത്ത് നടന്നു വരുമ്പം വിശക്കുന്നുണ്ടോ എന്ന് ചോദിക്കുന്നു. ഇല്ല. അപ്പോൾ ഡിന്നറിന് എന്ത് വേണം? എനിക്ക് നീ എപ്പോഴും ഉണ്ടാക്കി തരുന്ന ആ ഒരു ഇൻസ്റ്റൻറ്റ് നൂഡിൽസ് മതി. ആ ഇൻസ്റ്റൻറ്റ് നൂഡിൽസിൻ്റെ പുറകിൽ എന്തൊക്കെ കഥയുണ്ടല്ലേ. ഇപ്പം നീ ക്യൂർ ആയില്ലേ, ഹാപ്പി ആണോ എന്ന് ഈച്ചൻ ചോദിക്കുമ്പം ഞാൻ ഹാപ്പിയാണ്. ഇത്രയും വർഷത്തിൽ ഇത്രയും ഹാപ്പി ആയിട്ടില്ല. ഒരു വറീസും ഇല്ലാതെ എനിക്ക് നിൻ്റെ കൂടെ ഇരിക്കാമല്ലോ. എന്താ ചെയ്യേണ്ടതെന്ന് പോലും എനിക്കറിയത്തില്ല. അതോർക്കുമ്പോൾ കൂടുതൽ ഹാപ്പി ആയിട്ടുണ്ട്. പക്ഷെ കണ്ടാൽ അത്ര ഹാപ്പി ആയിട്ട് തോന്നുന്നില്ലല്ലോ എന്ന് ഈച്ചൻ ചോദിക്കുമ്പം രാവിലെ മുതലേ നിനക്ക് വേണ്ടി വെയിറ്റ് ചെയ്തുകൊണ്ടിരിക്കുമ്പോഴേ ഞാൻ എന്നോട് തന്നെ പറയുന്നൊരു കാര്യമാണ്, നിന്നെ കാണുമ്പം ഭയങ്കര ഹാപ്പി ആയിട്ടുള്ളൊരു ഫേസ് കാണിക്കണമെന്ന്. അപ്പം നിനക്ക് സമാധാനം ഉണ്ടാവുമല്ലോ. പക്ഷേ അപ്പോഴാണ് എനിക്ക് മനസ്സിലായത് ഹാപ്പിനെസ് എങ്ങനെ ഉണ്ടാവാമെന്ന് എനിക്കറിയത്തില്ല എന്ന്. അല്ലെങ്കിൽ ഹാപ്പി ആവുമ്പം എന്ത് ഫേസ് വെക്കണം എന്ന് എനിക്കറിയത്തില്ല. ഇതാ ഇങ്ങോട്ട് നോക്ക്, ഇങ്ങനെയാണെന്നും പറഞ്ഞ് ഈച്ചൻ ഭയങ്കര കാര്യമായിട്ട് ചിരിക്കുമ്പം അത് കണ്ടിട്ട് ഓട്ടോമാറ്റിക്കലി ലൂഫങ്ങിനും ചിരി വരുന്നുണ്ട്. അതും ഭയങ്കര ഹാപ്പി ആയിട്ട് ചിരിക്കുന്നുണ്ട്. നമുക്ക് ഒരു സമയം ഒരു സ്റ്റെപ്പ് വെച്ച് പോകാമെന്നും പറഞ്ഞ് നടന്നുകൊണ്ടിരിക്കുന്ന സമയത്ത് പണ്ട് ഹൈസ്കൂളിൽ പഠിക്കുമ്പം നമ്മുടെ ലൂഫങ് ഈച്ചന് ഒരു ഐപോഡ് കൊടുത്തില്ലായിരുന്നു, അതെടുത്ത് കൊടുക്കുന്നുണ്ട്. അത് കാണുന്ന ലൂഫങ്ങിന് ഭയങ്കര ഹാപ്പി. നീ എന്തിനാ ഇപ്പോഴത് വെച്ചിരിക്കുന്നതെന്ന്. പണ്ടത്തെ പോലെ തന്നെ ഈച്ചൻ്റെ ചെവിയിലേക്ക് അത് വെച്ച് കൊടുത്ത് കണ്ണടക്കിയെന്ന് പറയുന്നു. ലൂഫങ്ങും കണ്ണടച്ച് നിന്നത് കേൾക്കുന്നുണ്ട്. എന്നിട്ട് പണ്ട് ചെയ്ത കണക്ക് തന്നെ ഒരു കണ്ണ് മാത്രം തുറന്ന് ഈച്ചൻ അങ്ങനെ നോക്കുന്നു. ആ ഹൈസ്കൂളിൽ ഉണ്ടായിരുന്ന ഒരു മെമ്മറീസ് ഒക്കെ അവൻ്റെ മൈൻഡിലേക്ക് വന്നു പോകുന്നുണ്ട്. ആ പാട്ടും കേട്ട് അങ്ങനെ ചിരിച്ചുകൊണ്ടിരിക്കുന്ന ഈച്ചനെ കാണുമ്പം ഭയങ്കരമായിട്ട് ഇമോഷണൽ ആവുന്നു. കരഞ്ഞുകൊണ്ട് പോയിട്ട് കെട്ടിപ്പിടിക്കുന്നുണ്ട്. രണ്ടുപേരുടെ ഉള്ളിൽ അത്രയധികം സ്നേഹമുണ്ടല്ലോ. അങ്ങനെ നോക്കി ചിരിച്ചുകൊണ്ട് കിസ് ചെയ്യുന്നിടത്ത് കുറച്ച് മാറിയിരുന്ന് നമ്മുടെ ലാങ്ങും ചെഞ്ചനത് കണ്ടുകൊണ്ടിരിക്കുന്നുണ്ട്. പ്രണയം ആളുകളെ മൂവ് ചെയ്യിപ്പിക്കുന്നു, അത് കണക്ക് തന്നെ ഹേർട്ടും ചെയ്യിക്കുന്നു എന്ന് പറയുമ്പം ഇതെന്തിപ്പോൾ പോയിറ്റിക്കായിട്ടൊക്കെ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് എന്ന് ഇവൻ അവരെ നോക്കിക്കൊണ്ടിരിക്കുകയാണ്. പക്ഷെ ചെൻചൻ
കണ്ണെടുക്കാതെ ലാങ്ങിനെ നോക്കിക്കൊണ്ട് തന്നെ ചോദിക്കുന്നുണ്ട്. ഞാൻ ഭയങ്കര ഈസി ഗോയിങ് ആയത് നന്നായി, അല്ലായിരുന്നെങ്കിൽ പണ്ടേക്ക് കൊണ്ട് നിന്നെ വിട്ടിട്ട് പോയേനെ. അപ്പൊ ഇത്രയും കാലം ഒരു പ്രശ്നമില്ലാതെ എന്നെ നോക്കിയേന് നന്ദിയുണ്ട് എന്ന് ചെഞ്ചൻ പറയുമ്പോൾ, ഓഹോ എങ്ങനെയാ നീ എൻ്റെ അടുത്ത് നന്ദി പറയാൻ പോകുന്നത് എന്ന് ലാങ്. ചെക്കൻ അങ്ങനെ നോക്കിയിട്ട് വന്നിട്ട് കിസ് ചെയ്യാൻ വരുന്നുണ്ട്. കവളിൽ കിസ് ചെയ്യാനാ വരുന്നത്, പക്ഷെ ലാങ് തിരിയുമ്പം ലിപ്സിലാവുന്നുണ്ട്. ചുറ്റും നോക്കിയിട്ട് പാനിക്കായിട്ട് ആൾക്കാരുണ്ട് എന്ന് മുഖത്തെങ്ങനെ പിടിച്ചിട്ട് അതിനിപ്പോൾ എന്താ കുഴപ്പം? ലാങ്ങിന് എപ്പോഴും കറക്റ്റായിട്ട് അസൈൻമെന്റ് മനസ്സിലാവുമല്ലോ. അത് കണക്ക് അങ്ങനെ കിസ് ചെയ്തിട്ടുണ്ട്. അങ്ങനെ അവനെ എടുത്തോണ്ട് പോയിട്ട് കാറിലേക്ക് കയറുന്നു. പിന്നെ ഫുള്ള് റൊമാൻറ്റിക്. അവിടെ എന്തൊക്കെ നടക്കുന്നുള്ളത് പിന്നെ പ്രത്യേകിച്ച് പറയേണ്ട കാര്യമില്ലല്ലോ. അവരവരുടെ ടൈം ചെലവഴിച്ചുകൊണ്ടിരിക്കുമ്പം ഇവിടെ രാത്രി നമ്മുടെ ഈച്ചൻ ലൂഫെങ്ങിനെ ഷേവ് ചെയ്ത് കൊടുത്തുകൊണ്ടിരിക്കുകയാണ്. അവനങ്ങനെ കണ്ണെടുക്കാതെ നോക്കിക്കൊണ്ടിരിക്കുന്ന കണ്ടിട്ട് ചോദിക്കുന്നുണ്ട്, എന്ത് പറ്റി ഇങ്ങനെ നോക്കിക്കൊണ്ടിരിക്കുകയാണെന്ന്. ഞാൻ ഒരുപാട് ഹാപ്പിയാണ്, ഇതൊക്കെ ഒരു സ്വപ്നം പോലെ തോന്നുന്നു എന്നൊക്കെ കുട്ടിയെ കണ്ണൊക്കെ കലങ്ങി അങ്ങനെ ഇമോഷണലായിട്ട് പറയുമ്പം നെറ്റിലൊരു കിസ് എടുത്തിട്ട് ഇപ്പം എങ്ങനെയുണ്ട്? ഇപ്പം ശരിക്കും സ്വപ്നം പോലെ തന്നെ ഉണ്ട് എന്ന് ലൂഫെങ്. ഇവരുടെ പ്രത്യേകിച്ച് ഈ ഒരു എപ്പിസോഡിലെ ഇൻട്രഡക്ഷൻസ് അത്ര ബ്യൂട്ടിഫുൾ ആണ്. അവൻ്റെ മുഖത്തെല്ലാം ക്രീമൊക്കെ തുടച്ചു കൊടുത്തിട്ട് ഇനി മുതൽ നമ്മൾ വളരെ 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 അധികം ഹാപ്പി ആയിരിക്കും. നഷ്ടപ്പെട്ട എന്തെങ്കിലും കിട്ടിയിട്ടുണ്ടെങ്കിൽ നമുക്ക് ഭയങ്കര ഒരു ഫീലായിരിക്കും. ആ ഒരു ഫീലോട് കൂടെ ചിരിക്കുമ്പം അതൊരു പ്രത്യേക ഒരു ഫീലായിരിക്കും. അത് കണക്കാണ് ലൂഫെങ് ഈച്ചൻ്റെ നോക്കി ചിരിച്ചുകൊണ്ടിരിക്കുന്നത്. എപ്പോഴും ലൂഫെങ് ആണ് ഈച്ചൻ്റെ നെറ്റിയിൽ, ലിപ്സിൽ, മൂക്കിലെന്ന് പറഞ്ഞ് മാറി മാറി കിസ് ചെയ്തുകൊണ്ടിരിക്കുക. അത് അത്രയും സോഫ്റ്റ് ആയിട്ട്. ഇപ്രാവശ്യം ഈച്ചൻ അത് കണക്ക് ചെയ്യുന്നുണ്ട്. അങ്ങനെ രാത്രി ഉറങ്ങുന്ന സമയം ഈച്ചൻ ഉറക്കത്തിൽ ലൂഫെങ്ങിൻ്റെ പേര് വിളിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. ഇത് കേട്ട് ലൂഫെങ് എണീക്കുന്നു. ഈച്ചൻ ഒരു സ്വപ്നം കണ്ടുകൊണ്ടിരിക്കുകയാണ്. റോട്ടിൽ നന്നായിട്ട് മഴ പെയ്തുകൊണ്ടിരിക്കുന്ന സമയം ലൂഫെങ് മരിച്ചു പോകുന്ന നടക്കും. ആ ബോഡിക്ക് എടുത്തിരുന്ന് ഈച്ചൻ ഭയങ്കരമായിട്ട് കരയുന്നതും ഇത് സ്വപ്നം കണ്ട് ലൂഫെങ് എന്നും പറഞ്ഞ് ഞെട്ടി എണീറ്റ് നോക്കുമ്പോഴേക്കും ഓൾറെഡി എണീറ്റിട്ടുണ്ടായിരുന്ന ലൂഫെങ് ആണ് അവനെ സമാധാനിപ്പിക്കുന്നത്. ലൂഫെങ്ങിൻ്റെ അസുഖം ഒരിക്കലും ക്യൂർ ആവാത്ത കണക്കും. അതിനുശേഷം തൻ്റെ അടുത്തൊരു വാക്ക് പോലും പറയാതെ ലൂഫെങ് മരിക്കുന്നതായിട്ടുമാണ് അവൻ സ്വപ്നം കണ്ടിട്ടുണ്ടായിരുന്നത്. അതുകൊണ്ട് പാവം പേടിച്ച് കരഞ്ഞുകൊണ്ടിരിക്കുകയാണ്. അതൊക്കെ എങ്ങനെ നടക്കാനാ? വിഷമിക്കണ്ട, നിന്നോട് പറയാതെ ഞാൻ എങ്ങോട്ടും പോകത്തുമില്ല, മരിക്കത്തുമില്ല. അതൊരു സ്വപ്നം മാത്രമാണ്. ഞാൻ നിൻ്റെ കൂടെ ഒരുപാട് ഒരുപാട് കാലം ജീവിക്കും. നീ ഉള്ളിടത്ത് എത്രയും കാലം. ശരിക്കും പറയുകയാണെങ്കിൽ നീ ജീവിക്കുന്നതിനെക്കാട്ടും ഒരു തുള്ളിക്ക് എനിക്ക് കൂടുതൽ ജീവിക്കണം. അങ്ങനെയാണെങ്കിൽ ഞാനില്ലാത്ത ഈ ലോകത്ത് നീ ഒറ്റപ്പെട്ടു പോകത്തില്ലല്ലോ. ആ ഒരു പെയിൻ നിനക്ക് അനുഭവിക്കേണ്ടല്ലോ എന്നാണ് പറയുന്നത്. ആ പറഞ്ഞ ഡയലോഗ് റയർ എസ്തറ്റിക്സ് ആണ്. ഇനി നമുക്കെല്ലാം ബെറ്റർ ആവുമെന്ന് കരഞ്ഞുകൊണ്ട് പറഞ്ഞ് കരഞ്ഞുകൊണ്ട് ചിരിച്ചുകൊണ്ട് പറഞ്ഞ് ഈച്ചനെ സമാധാനിപ്പിക്കുന്ന ലൂഫെങ്. അടുത്ത ദിവസം രാവിലെ തന്നെ കർട്ടനൊക്കെ തുറന്നിട്ട് ബാബ എണീക്കിയെന്ന് പറഞ്ഞ് ലൂഫെങ്ങിനെ വിളിക്കുന്ന ഈച്ചൻ്റെ അടുത്ത് എന്തിനിത്ര നേരത്തെ എന്ന് ചോദിച്ചുകൊണ്ടിരിക്കുന്ന ലൂഫെങ്. നോക്ക് നോക്ക്, നീ കുറച്ച് അധികം ക്യൂട്ടായിട്ടുണ്ട്. അതെ അതെ, നിന്നെ ഇത്രയും എനർജറ്റിക് ആയിട്ട് കണ്ടിട്ട് കുറേ കാലമായി. സ്കൂളിലുണ്ടായിരുന്നപ്പോൾ ഉള്ള പോലെ ഉണ്ട് എന്ന് ഭയങ്കര ഹാപ്പി ആയിട്ട് പറയുമ്പം നീ എന്നെ ടോപ്പ് ആവാൻ വിടുവാണെങ്കിൽ ഞാൻ പ്രോമിസ് ചെയ്യാം ഇനി മുതൽ എന്നും ഭയങ്കര എനർജറ്റിക് ആയിരിക്കും. അങ്ങനെ എണീറ്റിരുന്ന് നിനക്കതാ വേണ്ടെങ്കിൽ അത് ചോദിക്കാനേ ഇല്ലാന്ന് സമ്മതിക്കുന്നുണ്ട്. ശരിക്കും എന്ന് ഭയങ്കര ഹാപ്പി ആവുന്ന ഈച്ചൻ ആ ക്യാമറ കയ്യിലേക്ക് മേടിച്ച്, നീ ഇത്രയും കുഞ്ഞായിരുന്നെങ്കിൽ എനിക്ക് എൻ്റെ പോക്കറ്റിൽ തന്നെ ഇട്ടുകൊണ്ട് കിടക്കായിരുന്നു, എവിടെ പോകുമ്പോഴും കൂട്ടിയിട്ട് പോയിരുന്നു. അങ്ങനെയാണെങ്കിൽ എനിക്ക് തന്നെ എപ്പോൾ വേണമെങ്കിലും കാണാൻ പറ്റും. വാവ്, എന്തൊരു കോയിൻസിഡൻസ് ആണ്. ഞാനും അത് തന്നെ ആഗ്രഹിച്ചത് എന്ന് പറഞ്ഞ് ഈച്ചനും അതേ കണക്ക് കൈ കാണിക്കുന്നുണ്ട്. നീയും കുഞ്ഞായിരുന്നെങ്കിൽ എനിക്ക് പോക്കറ്റിൽ ഇട്ടുകൊണ്ട് പോവായിരുന്നു എന്ന്. എന്നാൽ പിന്നെ എന്നെ കൂടെ വെക്കാൻ വേണ്ടിയിട്ട് ഒരു നല്ല സ്പോട്ട് കണ്ടുപിടിച്ചോ, നീ എവിടെ പോയാലും ഞാൻ ഫോളോ ചെയ്ത് വരാമെന്ന് ലൂഫെങ്. രണ്ടുപേരും അത്രയും ഹാപ്പി ആയിട്ടുണ്ട്. അങ്ങനെ അടുത്ത സീനിൽ നോക്കിയാൽ നമ്മുടെ കേലോ ഉണ്ടല്ലോ, ചെക്കനിപ്പോൾ ഈച്ചൻ്റെ ആ ഒരു കഫേയിലാണുള്ളത്. അവർ രണ്ടും ഒരുമിച്ച് വർക്ക് ചെയ്യാൻ തീരുമാനിച്ചു. അവിടെ വരുന്ന പിള്ളേരൊക്കെ ആണെങ്കിൽ അവനോട് ഫോട്ടോ ഒക്കെ എടുത്തുകൊണ്ടിരിക്കുകയാണ്. ഇത് പുറത്ത് നിന്നിട്ട് ഈച്ചനും ലൂഫെങ്ങും നോക്കിക്കൊണ്ടിരിക്കുന്നുണ്ട്. ഞാൻ പറഞ്ഞില്ലേ അവനെ ബിസിനസ് മൈൻഡാണെന്ന് എന്ന് ഈച്ചൻ പറയുമ്പം, അല്ല നിന്റെ അനിയൻ എവിടെ പോയെന്ന് ലൂഫെങ്. അവനിപ്പോൾ എയർപോർട്ടിലുണ്ടാവും. അതെന്താ നീ പോവാത്തേന്ന് ചോദിച്ചാൽ, പോവാതെയാ നല്ലത്, പോയിട്ടുണ്ടെങ്കിൽ ഞാനും അവിടെ മുങ്ങി അവനെ ഇവിടെ പിടിച്ചു നിർത്തിയിട്ടുണ്ടാവും എന്ന് പറയുമ്പോൾ ചിരിച്ചുകൊണ്ടാണ് ലൂഫെങ് അത് കേട്ടുകൊണ്ടിരിക്കുന്നത്. ഇനി കേലോൻ്റെ കൂടെയല്ല ഈ ഒരു റെസ്റ്റോറൻറ്റിൽ വർക്ക് ചെയ്യാൻ പോകുന്നതെന്ന് പറയുമ്പം, അതെ അതെ, ഞങ്ങളിത് നാഷണൽ ലെവലിൽ പോയിട്ട് ഇൻ്റർനാഷണൽ ലെവലിൽ കൊണ്ടുവരും. അത് നടക്കുമ്പം ഞാൻ നിന്നെ നോക്കുമെന്ന് പറയുമ്പം, ആഹാ നീ എന്നെ നോക്കേണ്ട കാര്യമൊന്നുമില്ല, ഞാൻ നിന്നെ നോക്കിക്കോളാന്ന് ലൂഫെങ്. ആ സമയത്ത് ഈച്ചൻ സീരിയസ് ആയിട്ട് ചോദിക്കുന്നുണ്ട്, ബിസിനസ് അല്ലാതെ നിനക്ക് എന്താണ് ചെയ്യാൻ താല്പര്യം എന്ന്. അറിയത്തില്ല, എനിക്കിപ്പം നിൻ്റെ കൂടെ നിന്നാൽ മതി. ശരി, ഞാൻ വേറെ രീതിക്ക് ചോദിക്കാം, നിനക്ക് ഇപ്പം എന്താണ് ഏറ്റവും കൂടുതൽ വേണ്ടത്? അപ്പോൾ ആ റെസ്റ്റോറൻറ്റിലേക്ക് നോക്കിയിട്ട്
എനിക്ക് പാസ്റ്റിലേക്കാണ് പോകേണ്ടത് എന്ന് ലൂഫങ് പറയുന്നു. എന്തുവാ സംഭവം നീച്ച നോക്കിയാല് അവിടെ കേലോന്റെ കൂടെ സ്കൂൾ സ്റ്റുഡൻസ് നിന്ന് ഫോട്ടോസ് എടുക്കുന്നുണ്ട്. അത് കണ്ടത് മീച്ചനും കാര്യം മനസ്സിലാവുന്നു. നമ്മളെ കൊണ്ടത് പറ്റുന്ന എനിക്ക് തോന്നിയെന്ന് പറയുമ്പം അടുത്ത സീനില് ഇവര് പഠിച്ചിരുന്ന ഹൈസ്കൂളിന്റെ മുന്നിലാണ് രണ്ടുപേരും ഉള്ളത്. ഫസ്റ്റ് എപ്പിസോഡില് ഈച്ചൻ അങ്ങനെ പോയിക്കൊണ്ടിരിക്കുമ്പം വേണോന്ന് വെച്ച് ലൂഫങ് ഇടിച്ചിടുന്നത്, അതെനിക്ക് എണീറ്റ് അവൻ അടിക്കാൻ വരുന്നത്, അവനവിടുന്ന് പോകുമ്പം ലൂഫങ് ചിരിച്ചോണ്ട് നോക്കി നിൽക്കുന്നുണ്ടല്ലോ, ആ ഒരു സീനൊക്കെയാണ് അവിടെ നടക്കുന്നത്. ഇതൊക്കെ രണ്ടുപേരും ഭയങ്കര ഹാപ്പി ആയിട്ട് നോക്കി നിൽക്കുന്നുണ്ട്. അപ്പോഴാണ് എപ്പിസോഡിന്റെ തുടക്കത്തിൽ കാണിച്ച ഒരു ഫോർച്യൂൺ ടെല്ലർ അവിടെ ഇരിക്കുന്നതായിട്ട് കാണുന്നത്. ഇവൻ കൈ കൊടുക്കുമ്പം എന്തൊക്കെയോ കാൽക്കുലേറ്റ് ചെയ്തിട്ട് പണ്ട് പറഞ്ഞ അത് തന്നെയാണ് പറയുന്നത്. അവന്റെ ജീവിതത്തിൽ ഒരുപാട് ഒബ്സ്റ്റാക്കിൾസ് ഉണ്ടാവും. ജീവിതം മുഴുവനും ഒരാണുമായിട്ട് ഇഴവിരിഞ്ഞ് കിടക്കുമായിരിക്കും എന്ന് പണ്ട് പറഞ്ഞ അതേ കാര്യം തന്നെ പറയുന്നുണ്ട്. അപ്പൊ ഇവനും ഇപ്പോഴാണ് കത്തുന്നത്, ഓക്കെ ശരിക്കും അങ്ങനെയാണല്ലോ തന്റെ ജീവിതത്തിൽ നടന്നേന്ന്. ബാക്കി എന്താ പുള്ളി പറയാൻ പോകുന്നതെന്ന് നോക്കിക്കുമ്പം ആദ്യം പൈസ വേണ്ട എന്നിട്ടേ ബാക്കി പറയാൻ പറ്റുള്ളൂ എന്ന് ശരിയെന്ന് പറഞ്ഞ് ഇവനും കുറച്ച് പൈസ എടുത്ത് കൊടുക്കുന്നുണ്ട്. ജീവിതകാലം മൊത്തം അതേ ആണിന്റെ കൂടെ ആയിരിക്കുന്നു. ലവ് ഭയങ്കര കഷ്ടമാണെങ്കിൽ പോലും ഹാപ്പി എൻഡിങ് ആയിരിക്കും എന്ന് പറയുന്നുണ്ട്. അത് കേട്ടതും ഭയങ്കര ഹാപ്പി ആയിട്ട് പുള്ളിക്കാരൻ്റെ കയ്യിലേക്ക് കുറച്ചുകൂടെ പൈസയും വെച്ചു കൊടുത്ത് ഇവൻ അവിടുന്ന് പോകുന്നുണ്ട്. പക്ഷെ ഫോർച്യൂൺ ടെല്ലർ ഭയങ്കര കാര്യമായിട്ട് പിന്നെ എന്തോ കൂട്ടിയിട്ട് ഞാൻ പറഞ്ഞത് തെറ്റല്ലല്ലോ എന്ന് പറഞ്ഞുകൊണ്ടിരിക്കുന്നു. ഇവിടെ വെച്ചിട്ടാണ് ഈ ഒരു സീരീസ് കഴിയുന്നത്. എനിക്കെന്തോ ഇതിൻ്റെ എൻഡിങ് തീരെ ഇഷ്ടപ്പെട്ടില്ല. ലൈക്ക് അവരങ്ങനെ വന്ന് കാണുന്നു, ഇവരിങ്ങനെ ഒരു ഫോർച്യൂൺ പറയുന്നു എന്നൊക്കെ പറയുമ്പം ഇത് സ്വപ്നം കാണുന്നുള്ളൊരു ഫീല്, ഐ മീൻ ഒരു ഹാപ്പി എൻഡിങ് കിട്ടാത്തൊരു ഫീൽ ഉണ്ട്. അതിന് മുന്നേ വരെ ഭയങ്കര ഒരു ഹാപ്പി എൻഡിങ് ആണെന്നുള്ളൊരു സന്തോഷിക്കുന്നുണ്ടായിരുന്നു. പക്ഷേ ഈ ഒരു സീൻ കണ്ടു കഴിയുമ്പം വല്ലാത്തൊരു ഹെവി ഫീല്. പിന്നെ ഞാൻ എല്ലാ സീരീസിൻ്റെ ഒന്നും അങ്ങനെ റിവ്യൂ പറയാറില്ല, പക്ഷേ ഈ സീരീസിന് എന്തായാലും പറയണമെന്ന് എനിക്ക് തോന്നുന്നുണ്ട്. അത്ര സൂപ്പർ ആയിട്ടുള്ള സീരീസ് എന്നോട് ചോദിക്കുകയാണെങ്കിൽ ലൈഫിൽ എല്ലാവരും ഒരു പ്രാവശ്യമെങ്കിലും കണ്ടിരിക്കേണ്ട ഒരു സീരീസാണ്. ഫസ്റ്റ് പറയാനുള്ള കാര്യം ആക്ടിങ് ആണ്. പീക്ക് ലെവൽ എന്നൊക്കെ പറഞ്ഞാൽ പ്രത്യേകിച്ചും എയ്ഡൻ അഥവാ ലൂഫങ് അഭിനയിച്ച ആ ഒരു പേഴ്സൺ എയ്ഡൻ അത്ര സൂപ്പറായിട്ട് അഭിനയിച്ചിട്ടുണ്ട്. മൊത്തം സീരീസും ചെക്കൻ്റെ തോളിലങ്ങ് ചുമക്കുകയാണ്. ആ കണ്ണുകൊണ്ടും മാനറിസം കൊണ്ടും മാത്രം തന്നെ ഒരു ഡയലോഗ് പോലും പറയാതെ തന്നെയും എല്ലാ ഇമോഷൻസും നമുക്ക് അത്രയ്ക്ക് ഫീൽ ആകും. അത്ര സൂപ്പറായിട്ട് അഭിനയിച്ചിട്ടുണ്ട്. ആൻഡ് അതുകൊണ്ട് തന്നെയാണ് ഈ ഒരു സീരീസ് എല്ലാവരുടെയും മനസ്സിലിങ്ങനെ തട്ടി നിന്ന് മിക്കവരും ഇത് കണ്ടു കരഞ്ഞിട്ടുണ്ടാവും, ഞാനടക്കം. അതിനുള്ള കാരണം അത് തന്നെയാണ്. അതേപോലെ ഈച്ചൻ്റെ അമ്മയും നമ്മുടെ ലൂഫെങ്ങിൻ്റെ അച്ഛനും എൻ്റെ പൊന്നെ ഓർക്കാനും കൂടെ വയ്യ. അത് തന്നെയാണ് ആ ക്യാരക്ടേഴ്സിൻ്റെ വിജയവും. പിന്നെ നമ്മുടെ ചെൻചെന്നെ കുറിച്ച് പറയുകയാണെങ്കിൽ എനിക്ക് ഭയങ്കരമായിട്ടുള്ള എതിർപ്പുകളുണ്ട്. ശരിയാണ്, അവൻ കുഞ്ഞായിരുന്നു എപ്പോൾ ആ ഒരു മെസ്സേജ് ചെയ്ത് നടക്കുന്ന ആ ഒരു സമയത്തൊക്കെ, ഇവർ കോളേജിൽ പഠിക്കുന്ന സമയത്ത് ആ സമയത്ത് ലൂഫെങ്ങിൻ്റെ മെസ്സേജ് കണ്ടു, അത് ഹൈഡ് ചെയ്ത് വെച്ചു എന്നുള്ളത് ഓക്കെയാണ്. പക്ഷേ പിന്നീട് ഇത്രയും കാലമായിട്ട് അവനൊരു 26 ആയിട്ടുണ്ടാവണം. ഇത്രയും കാലമായിട്ട് പോലും ആ ഒരു കാര്യം ഇതുവരേക്കും ഈച്ചൻ്റെ അടുത്ത് പറഞ്ഞിട്ടില്ല. ബാക്കി എല്ലാം ക്ഷമിച്ചു കൊടുക്കാൻ പറ്റും, കാരണം നമുക്കൊരു ഒരു 22-23 വയസ്സൊക്കെ ആവുന്നവരേക്കും അത്ര ബോധമൊന്നും ഉണ്ടാവണമെന്നില്ല. പ്രത്യേകിച്ച് മിക്കവർക്കും അങ്ങനെ ആയിരിക്കും. അങ്ങനെയുള്ള കൊണ്ട് കൊച്ചാന്ന് വിചാരിച്ച് എന്തെങ്കിലുമൊക്കെ ക്ഷമിച്ചു കൊടുക്കാം. ചെയ്ത മിക്ക കാര്യങ്ങളോടും യോജിക്കാനേ പറ്റത്തില്ല. പിന്നെ നമ്മുടെ ഈച്ചൻ്റെ ക്യാരക്ടറെ കുറിച്ച് പറയുകയാണെങ്കിൽ ചെക്കൻ ഭയങ്കരമായിട്ട് പ്രൊവോക്ക് ചെയ്യുന്ന രീതിക്ക് പലതും ചെയ്തിട്ടുണ്ട് എന്നുള്ളത് ഒരു സത്യമാണ്. എന്നും പറഞ്ഞ് ലൂഫങ് ചെയ്തത് ഒന്നേ തന്നെ ന്യായീകരിക്കാനും പറ്റത്തില്ല. ലൂഫങ്ങിൻ്റെ ക്യാരക്ടറിനെ അത്രയും പച്ചയായിട്ട് കാണിച്ചത് തന്നെയാണ് ഇതിൻ്റെ വിജയം എന്നാണ് എനിക്ക് തോന്നുന്നത്. എന്ന് പറഞ്ഞാൽ പല പ്രാവശ്യമായിട്ട് ഈച്ചൻ അവനെ വിട്ടുപോയിട്ടുണ്ട്. അതവനെ വല്ലാതെ തന്നെ ബാധിച്ചിട്ടുമുണ്ട്. അവന് ചെറുപ്പം മുതലേ സ്നേഹം എന്ന് പറയുന്നൊരു സാധനം കിട്ടിയിട്ടില്ല. അച്ഛനാണെങ്കിലും ഭയങ്കരമായിട്ട് അബ്യൂസ് പോലും ചെയ്തിട്ടുണ്ട്. ചേച്ചിയാണെങ്കിലും അവൻ്റെ കൂടെ അങ്ങനെ കട്ടയ്ക്ക് നിൽക്കുക എന്ന് പറയുന്നതിന് മാത്രം ഒരു ധൈര്യം ഉണ്ടായിരുന്നില്ല. ചേച്ചിക്ക് അവനെ ഇഷ്ടമാണ്, അത് അവന് മനസ്സിലായിട്ടുണ്ടാവാനുള്ള ചാൻസ് വളരെയധികം കുറവാണ്. അങ്ങനെ നോക്കിയാൽ സ്നേഹം ഒരിക്കലും കിട്ടാത്തൊരു മനുഷ്യൻ തനിക്ക് ഈച്ചനെങ്കിലും വേണം എന്നാഗ്രഹിച്ചിട്ടാണ് അത്രയും കഷ്ടപ്പെട്ട്, എത്ര കഷ്ടപ്പെട്ടു എന്നുള്ളതിന് ഒരു കയ്യും കണക്കുമില്ല, അത്ര ശ്രമിച്ച് നിൽക്കുന്നത്. എന്തിനും മേലെയായിട്ട് ലൂഫങ് ഈച്ചനെയാണ് ചൂസ് ചെയ്തിട്ടുണ്ടായിരുന്നത്. അവൻ്റെ അച്ഛനും മേലെ ചൂസ് ചെയ്തതിൽ വലിയ അത്ഭുതപ്പെടാനൊന്നുമില്ല, കാരണം പുള്ളിക്കാരൻ അത്രയാണ് അബ്യൂസീവ് ആയിട്ടുള്ള ഒരാളായിരുന്നു. അച്ഛന് മേലെ ഈച്ചനെ ചൂസ് ചെയ്യാമെന്നുള്ളത് വലിയൊരു ടാസ്ക് ആണെങ്കിൽ പോലും ഇമ്പോസിബിൾ ആയിട്ടുള്ള ഒരു കാര്യമായിട്ട് നമുക്ക് കാണാൻ പറ്റത്തില്ല. പക്ഷെ അതേസമയം എന്തൊക്കെ പറഞ്ഞാലും നമ്മൾ ലവറിനെ വേണം ചൂസ് ചെയ്യാൻ. അങ്ങനെ ഇരിക്കെ അവൻ ചൂസ് ചെയ്തിട്ടുണ്ടായിരുന്നത് ഈച്ചൻ ചൂസ് ചെയ്തിട്ടുണ്ടായിരുന്നത് അവൻ്റെ അമ്മേനെയായിരുന്നു. അതിൽ അവനെയും കുറ്റം പറയാൻ പറ്റത്തില്ല, കാരണം അവൻ്റെ വീട്ടുകാർ അവനത്രയും കമ്പനിയായിട്ട് സ്നേഹിച്ച് തന്നെ വളർത്തിയതാണ്. ലൂഫെങ്ങിൻ്റെ കാര്യം വരുമ്പോഴൊക്കെ അല്ലാത്ത എല്ലാ സമയത്തും അവരത്രയും ഹാപ്പി ആയിട്ട് അവനത്രയും കാര്യമായിട്ട് നോക്കുന്നതൊക്കെയാണ് നമുക്ക് കാണാൻ പറ്റുക. അങ്ങനെ ഇരിക്കെ
അമ്മ മരിക്കാൻ പോകുമ്പം അമ്മേനെ ചൂസ് ചെയ്യുന്നു എന്നുള്ളൊരു കാര്യം അവനെ കുറ്റം പറയാൻ പറ്റാത്തൊരു കാര്യമാണ്. കാരണം അബ്യൂസീവ് ആയിട്ടുള്ള ഫാമിലി ആണെങ്കിൽ പോലും നമുക്ക് ഫാമിലിക്ക് മേലെയായിട്ട് ഒരാളെ ചൂസ് ചെയ്യാന്ന് പറയുന്നത് അത്ര വലിയൊരു ടാസ്ക്കാണ്. അത് ഇന്ത്യയിലുള്ളവർക്ക് മനസ്സിലായില്ലെങ്കിൽ പിന്നെ ആർക്ക് മനസ്സിലാവാനാ? ഇപ്പോൾ പോലും ലവറിന് മേലെയായിട്ട് ഫാമിലിനെ ചൂസ് ചെയ്യുന്നതും പെണ്ണുങ്ങൾ, മിക്കപ്പോഴും പെണ്ണുങ്ങളാണ്, ആണുങ്ങളില്ല എന്നല്ല, എന്നാൽ പോലും പെണ്ണുങ്ങൾ അവരുടെ ജീവിതം വീട്ടുകാർക്ക് വേണ്ടിയിട്ട് നശിപ്പിക്കുന്നതായിട്ടും പലപ്പോഴായിട്ട് നമുക്ക് ഇപ്പോൾ പോലും കാണാൻ പറ്റും. അതുകൊണ്ട് തന്നെ ഈ സീരീസിൽ ആരെയും കുറ്റം പറയാൻ പറ്റില്ല. ഈവൻ ഇവരുടെ പാരൻസിനെ എടുക്കുകയാണെങ്കിൽ പോലും അവരങ്ങനെ ഒരു എൻവയോൺമെൻറ്റിൽ വളർന്നതാണ്. ഇങ്ങനെ നടക്കുന്നത് തെറ്റാണ് എന്ന് പറഞ്ഞ് ഉള്ളൊരു സമൂഹത്തിൽ ഇവർക്ക് മാത്രം മാറി ചിന്തിക്കാന്ന് പറയുന്നത് അത്രത്തോളം ഈസി ആയിട്ടുള്ളൊരു കാര്യമല്ല. അങ്ങനെ മൊത്തത്തിൽ പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇതിൽ അങ്ങോട്ടും ഇങ്ങോട്ടും കുറ്റം പറയാനേ പറ്റത്തില്ല. അതുതന്നെയാണ് ഈ സീരീസിൻ്റെ വിജയവും. സ്റ്റോറിയൊക്കെ അത്രയും ക്യാച്ചി ആയിട്ടുള്ള ഒന്നായിരുന്നു. ഞാൻ ഒരുപാട് ഇരുന്ന് മുങ്ങിയിട്ടുണ്ട്. പക്ഷെ ഓരോ എപ്പിസോഡിന് വേണ്ടിയിട്ടും അത്രയധികം വെയിറ്റ് ചെയ്തിരിക്കുകയായിരുന്നു. പിന്നെ ഇത് ടോക്സിക് ആയിട്ടുള്ളൊരു സീരീസ് ആയിട്ട് എനിക്ക് തോന്നുന്നില്ല. ടോക്സിസിറ്റി എന്ന് പറയുന്നത് മാനിപ്പുലേഷൻ വരുമ്പോഴാണ്. ഇവിടെ മാനിപ്പുലേഷൻ ഒന്നുമില്ല, പക്ഷെ അങ്ങോട്ടും ഇങ്ങോട്ടും ഹേർട്ട് ചെയ്യുന്ന ഒരു സംഭവമാണ് ഉള്ളത്. ലൂഫൻ ചെയ്ത കാര്യം അത് ഒരിക്കലും തന്നെ ന്യായീകരിക്കാൻ പറ്റാത്തൊരു കാര്യമാണെങ്കിൽ പോലും മനുഷ്യന്മാരെ ചെയ്തു പോകാവുന്ന ഒരു കാര്യമാണത്. പ്രത്യേകിച്ചും ഈച്ചനെ വീട്ടിൽ പൂട്ടിയിട്ട ഒരു കാര്യം ഒരിക്കലും സപ്പോർട്ട് ചെയ്യാൻ പറ്റാത്തൊരു കാര്യമാണ്. എന്നാൽ പോലും മനുഷ്യനാണ് അങ്ങനെയൊക്കെ ചെയ്തെന്ന് വരും. പ്രത്യേകിച്ചും ഒരു പരിധി കഴിഞ്ഞ് താളം തെറ്റിയ മനുഷ്യന്മാർ എന്ത് വേണേലും ചെയ്യും. അത് കണക്കാണ് ആ ഒരു സമയത്ത് ലൂഫൻ ചെയ്തിട്ടുണ്ടായിരുന്നത്. ഒരിക്കലും ഞാനിതിനെ ന്യായീകരിക്കല്ല. ആർക്കെങ്കിലും ലൂഫിനെ ന്യായീകരിക്കാൻ തോന്നുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇങ്ങനെ ഒരു ബോയ് ഫ്രണ്ടിനെ കിട്ടുന്നതായിട്ടും നിങ്ങളുടെ ലൈഫ് ഇങ്ങനെ ആവുന്നതായിട്ടും ഒന്ന് ആലോചിച്ച് നോക്കുക. അതോടെ ആ ഒരു സപ്പോർട്ട് ചെയ്യേണ്ട മറ്റേ തോരെ അങ്ങ് നിന്നോളും. ഒരു വിധത്തിലും ലൂഫിങ്ങിനെ സപ്പോർട്ട് ചെയ്യാൻ പറ്റത്തില്ല. എന്നാൽ പോലും ആ ചക്കൻ അത്രയും കാര്യമായിട്ട് ഡീപ്പായിട്ട് സ്നേഹിച്ചിട്ടുണ്ട്. ആദ്യം മുതലേ നമുക്ക് കാണാൻ പറ്റും. ഈച്ചനെ സ്നേഹിക്കുന്ന സമയം അത്രയും ഇന്നസെൻ്റ് ആയിട്ടുള്ള ഒരു സോളിനെയാണ് ലൂഫെങ്കിൽ നമുക്ക് കാണാൻ പറ്റുക. ഈച്ചൻ പോകും തോറുമാണ് അവൻ്റെ ക്യാരക്ടറും ഭയങ്കരമായിട്ടുള്ള കൊടൂരായിട്ട് വരുന്നത്. അതാണ് ഞാൻ പറഞ്ഞത്, അത് റിയാലിറ്റിയാണ്, ഹ്യൂമൻ റിയാലിറ്റിയാണ്. മനുഷ്യൻ എപ്പോഴും സ്വാർത്ഥനാണ്, അഥവാ സെൽഫിഷാണ്. പിന്നെ ലൂഫെങ്ങിൻ്റെ സിസിനെ കുറിച്ചൊന്നും പറയണ്ടല്ലോ, നേരത്തെ പറഞ്ഞു എന്നാണ് എൻ്റെ ഓർമ്മ. ഓവറോള് അത്രയും സൂപ്പറായിട്ടുള്ള സീരീസ് ആണെന്നാണ് എൻ്റെ അഭിപ്രായം. ഇതൊക്കെ എൻ്റെ മാത്രം അഭിപ്രായങ്ങളാണ്. തീർച്ചയായിട്ടും നിങ്ങൾക്ക് വ്യത്യസ്തമായിട്ടുള്ള അഭിപ്രായങ്ങൾ ഉണ്ടാവാം. ഈ ഡ്രാമേനെക്കുറിച്ച് ഡീറ്റെയിൽഡ് ആയിട്ടുള്ള അഭിപ്രായങ്ങൾ നിങ്ങൾക്ക് ഉണ്ടെങ്കിൽ ഞാൻ വളരെ ഹാപ്പിയോടെ അത് വായിക്കുന്നതായിരിക്കും. ഒരു സീരീസ് ചെയ്യുമ്പം അതിലെ ഓരോ കാര്യങ്ങളും സ്പെസിഫിക് ആയിട്ട് എടുത്തു പറഞ്ഞ് ഒരു റിവ്യൂ കേൾക്കുന്നതാണ് അത് ചെയ്യുന്ന ആൾക്ക് ഏറ്റവും സന്തോഷം കിട്ടുന്ന ഒരു കാര്യം. അതിപ്പോൾ ഡയറക്ടർ ആണെങ്കിലും അതെ, ഈ നറേറ്റ് ചെയ്യുന്ന ഞാനാണെങ്കിലും അതെ. പക്ഷെ എന്നോട് ചോദിക്കുകയാണെങ്കിൽ എനിക്ക് ഈ സീരീസിൽ ഏറ്റവും ഇഷ്ടപ്പെട്ട ഒരു എപ്പിസോഡ് ഫൈനൽ എപ്പിസോഡാണ്. ഈച്ചന് ഓരോ പ്രാവശ്യവും തൻ്റെ അടുത്ത് നിന്ന് പോയത് ലൂഫെങ്ങിനെ എത്രത്തോളം ബാധിച്ചു എന്നുള്ളത് ഈ ഒരു എപ്പിസോഡിൽ നമുക്ക് കാണാൻ പറ്റും. അതിന് എത്രത്തോളം സ്ട്രഗിൾ ചെയ്തിട്ടാണ് അവൻ പുറത്തേക്ക് വരുന്നതെന്നും എത്രത്തോളം ഈച്ചനെ ഹേർട്ട് ചെയ്യാതിരിക്കാൻ ശ്രമിക്കുന്നുണ്ട് എന്നുള്ളതും നമുക്ക് കാണാൻ പറ്റും. ഒന്നെങ്കിൽ നമ്മൾ കാണാതിരിക്കണം, ഇല്ലെങ്കിൽ നിന്റെ കൈ കൊണ്ട് ഞാൻ ചാവണം എന്ന് പറയുമ്പം മുന്നത്തെ ലൂഫങ് ആയിരുന്നെങ്കിൽ, പ്രത്യേകിച്ചും അവനെ അടച്ചിട്ട സമയത്തൊക്കെയുള്ള ഒരു ലൂഫങ് ആയിരുന്നെങ്കിൽ വിട്ടു പോകത്തില്ലായിരുന്നു. ചിലപ്പോൾ ഒച്ചയെടുത്തേക്കാം. പക്ഷേ അവനൊരുപാട് മാറി എന്നുള്ളതിൻ്റെ തെളിവാണ് ഒന്നും പറയാതെ ശരി നമുക്കിനി കാണണ്ടെന്ന് പറഞ്ഞ് അവിടെ നിന്ന് പോകുന്നത്. ഒരു പ്രശ്നം ഉണ്ടാക്കിയിട്ടില്ല. ആൻഡ് രാത്രി മൊത്തം അവിടെ പുറത്ത് ആ മഴയത്ത് വെയിറ്റ് ഇരുന്നിട്ടുണ്ടായിരുന്നു. ലൂഫെങ്ങിൻ്റെ ആ ഒരു ക്യാരക്ടർ ഡെവലപ്മെൻറ്റ് എന്ന് പറയുന്ന ഒരു കാര്യം കൊണ്ടാണ് ഇത് മസ്റ്റ് വാച്ച് എന്ന് ഞാൻ പറയാം. കാരണം അത്ര നന്നായിട്ട് സീരീസ് ആയിക്കോട്ടെ, ആക്ടിങ്, സ്റ്റോറി എല്ലാം അത്രയും നന്നായിട്ടുണ്ട്. ചിലർ പറഞ്ഞു അത്ര ഇഷ്ടപ്പെട്ടില്ല, കുഴപ്പമില്ല എന്നൊക്കെയുള്ളൊരു അഭിപ്രായം ഉണ്ടായിരുന്നു. പക്ഷേ എനിക്ക് ഒരുപാട് ഇഷ്ടപ്പെട്ടു. പ്രത്യേകിച്ചും ലൂഫെങ്ങിൻ്റെ ആ ഒരു ക്യാരക്ടർ ഡെവലപ്മെൻറ്റ് ആൻഡ് എയ്ഡൻ്റെ ആക്ടിങ് ഗോട്ടഡ് എന്നൊക്കെ വേണം പറയാൻ. ഇത്രയും നിങ്ങൾ കേട്ടിട്ടുണ്ടോയെന്ന് അറിയത്തില്ല. പിന്നെ സീരീസ് കഴിഞ്ഞു എന്ന് പറയുമ്പോൾ തന്നെ പൂട്ടിക്കെട്ടി പോകണം, അതാണല്ലോ കാര്യം. ചുമ്മാ വേറൊരാളുടെ അഭിപ്രായം കേൾക്കേണ്ട കാര്യമില്ലല്ലോ. എന്നാൽ പോലും ആരെങ്കിലും കേട്ടിട്ടുണ്ടെങ്കിൽ ഒരുപാട് നന്ദിയുണ്ട്.